ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു കോളർ കുർത്തി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോഴത്തെ നല്ല ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കോളർ കുർത്തി. എല്ലാവർക്കും തയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. ഇത് 42 ഇഞ്ച് വരുന്നതാണ്. ഇത് ഡിസൈൻ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് വീതിയിൽ ഇട്ടിട്ട് ഇത് കട്ട് ചെയ്ത് തിരിച്ചും മറിച്ചും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് കേട്ടോ. അതിനാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തത്. അപ്പം നമ്മൾ കട്ട് ചെയ്തത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത് ആണ് വേണ്ടത്. ഞാനിപ്പോൾ 2.25 എടുത്തിരിക്കുന്നത്. അപ്പം എനിക്കൊരു 44.5 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ലെങ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2.5 മീറ്റർ തുണി എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് ലെങ്തിന് വെച്ചിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഞാനിപ്പോൾ ഒരു എക്സൽ സൈസിൻ്റെ അളവാണ് കാണിക്കുന്നത്. നെക്ക് നമുക്ക് 3 ഇഞ്ച് കൊടുക്കാം, വേണമെങ്കിൽ 3.5 കൊടുക്കാം. 3 ഇഞ്ചാകുമ്പോൾ കുറച്ച് കോളർ ഇങ്ങനെ കയറി ഒതുങ്ങിയ പോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് പിക്ചറിൽ ലാസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. കുറച്ചുകൂടെ വൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.5 എടുത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ഷോൾഡർ 15.5 അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 7.7 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ റൗണ്ട് ചെയ്ത് ഒരു 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടുന്ന് നമുക്കൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറക്റ്റ് നമ്മുടെ ഹാഫ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കുറഞ്ഞു പോകരുത് ഒരു കാരണവശാലും. അപ്പോൾ ഇവിടെ നോക്കിയേ, നെക്ക് എനിക്ക് 3ഉം ഷോൾഡർ മാത്രം നോക്കുമ്പോൾ 5 ഇഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്തത് വേണ്ടത് ഷോൾഡർ സ്ലാൻഡ് ചെയ്ത് നമ്മളൊന്ന് വരയ്ക്കണം. ഒരു 3/4 ഇഞ്ചിന് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ ഇവിടെ നിന്നും ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യണം. നമ്മൾ കോളർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ആംഹോളിൻ്റെ അവിടെ ഒത്തിരി ചുളിവ് വരും. അതിനുശേഷം നമുക്ക് ഇതേപോലെ ആംഹോൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 7.5 എടുത്തു കൊടുക്കാം. അത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റ് വണ്ണം 10.5 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 12.5 ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ആംഹോൾ കർവ് ഒരു 1.5 ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ഹാഫ് എടുത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ഇങ്ങനെ കുഴിച്ച് എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കോളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ചുളിവുകളൊന്നും ആംഹോളിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഷോൾഡർ സ്ലോപ്പും കൊടുക്കും, അതുപോലെ തന്നെ ആംഹോൾ ഇറക്കിയും കൊടുക്കും. ഇനി അടുത്തത് ഷേപ്പ് ലെങ്ത്ത് ഞാൻ 13.5 മാർക്ക് ചെയ്തു. ഇവിടുത്തെ വണ്ണം 9 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 11 കൊടുത്തു. ഇവിടുത്തേത് ലെങ്ത്ത് 20 പിന്നെ വണ്ണം ഞാൻ ടോട്ടൽ 12.5 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 12.5 നിന്ന് 1 ഇഞ്ച് കൂടെ കൂട്ടി 13. ഇതെല്ലാം സാധാരണ അളവുകൾ തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും കോമൺ ആയിട്ട് ചെയ്യുന്ന അതേ അളവുകൾ തന്നെയാണ്. ഷോൾഡറിൻ്റെ ആംഹോളിൻ്റെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഈ സ്ലാൻഡ് ചെയ്ത ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് സൈഡ് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. കുഴിച്ചതല്ല ആദ്യം കട്ട് ചെയ്യേണ്ടത്, ബാക്ക് സൈഡ് കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് സൈഡ് പീസ് മാറ്റിയിട്ട് വേണം നമുക്ക് ഫ്രണ്ട് സൈഡ് ഈ കുഴിച്ചത് കട്ട് ചെയ്യാൻ. നമുക്ക് കൃത്യമാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഷേപ്പായിട്ട് നമുക്ക് ആംഹോൾ കിട്ടും. അതല്ല ലൂസാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന പോലെ ഇരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 1/2 ഇഞ്ച് നിങ്ങൾ കുറച്ചാൽ മതി. നമ്മൾ കൂട്ടിയിട്ടാണ് ഇത്തിരി കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഏകദേശം തീർന്നു. ഇനി അടുത്ത സ്ലീവാണ്. ഇതിങ്ങനെ എനിക്ക് ഈ ഒരു ഡിസൈൻ വരുന്നതാണ് ഇഷ്ടം. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും അത് നമുക്ക് വീതി കുറവാണ്. ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ അതൊരു ഭംഗി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിൽ വശം ജോയിൻ്റ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിലാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ ചെയ്യാം. അപ്പോൾ 3/4 സ്ലീവാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഏകദേശം ഒരു 15 അല്ലെ 16 ഇഞ്ച് അത് ഇഷ്ടമുള്ള അനുസരിച്ച് എടുത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു 8.5 മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇറക്കി 3 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് കർവ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേപോലെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. ഇത് കറക്റ്റ് സാധാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യും പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ 2 പീസ് എടുത്തിട്ട് ഇതേപോലെ കുഴിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ടൊന്ന് നോച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെച്ച് നോക്കണം കറക്റ്റാണോ, ഇത് റൈറ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡ് എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും അത് കറക്റ്റ് ആയിരിക്കണം വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ ഇത് സെറ്റ് ചെയ്ത് വെക്കും, ഇല്ലെങ്കിൽ ഈ കുഴിച്ചത് രണ്ടും ഒരുമിച്ച് തയ്ച്ച് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എടുത്തു കൊടുത്ത് തയ്ക്കണം കേട്ടോ. ഇതാ കുഴിച്ചതിൻ്റെ ഫ്രണ്ടിൽ ഇത് ഇട്ട് കൊടുത്തു, അടുത്തതിൻ്റെ ഫ്രണ്ടിൽ ഇത് എടുത്തു കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നെക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 3 ഇഞ്ച് അകലം ഞാനിവിടെ മാർക്ക് ചെയ്തു.
ഇറക്കം ഞാനൊരു 3.5 കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ എടുത്തു കൊടുക്കാം. കുറച്ചുകൂടെ ഇറക്കി വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ബോക്സ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് അകലവും 3.5 ഇഞ്ച് ഇറക്കവുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് 1/2 ഇഞ്ച് കൂടെ കൂട്ടി വേരിയേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരുപാട് വലിയ നെക്കൊന്നും ആയി പോവില്ല, കുറച്ചുകൂടെ കോളർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ആയി വരും. അടുത്തത് ബാക്കാണ്. ബാക്കിലേത് നമുക്ക് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു 1/2 ഇഞ്ച് എടുക്കുകയാണ്. എന്നിട്ട് നെക്കിൻ്റെ അകലം 3 ഇഞ്ചാണ്. അത് നമ്മളിതുപോലെ മാർക്ക് ചെയ്തു. അപ്പോൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എടുത്താലും കുഴപ്പമില്ല കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ചിലർക്ക് ഇങ്ങനെ കഴുത്തിങ്ങനെ കയറിയിരിക്കുന്ന പോലെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ എന്തൊക്കെ വേരിയേഷൻസ് കൊടുക്കണമെന്നുള്ളത് കേട്ടോ. അടുത്ത ഇതുപോലെ നമുക്കൊരു ക്യാൻവാസ് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു 12 ഇഞ്ച് വീതിയിലും ഒരു 13 ഇഞ്ച് നീളത്തിലും ഒക്കെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് വേണം താഴ്ഭാഗം ഓപ്പണിങ് നമുക്ക് തയ്ക്കാൻ. അപ്പോൾ അത് ഞാനൊരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, അത് വിട്ടുപോയി കാണിക്കാൻ. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തു. ഇനി ടോട്ടൽ ലെങ്ത്ത് ഞാനൊരു 7.5 കൊടുക്കുന്നത്. അപ്പോൾ അത് 7.5 8 വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് ഇവിടുന്ന് ഒരു 0.3 ചെറിയൊരു മാർക്കിങ് മതി, ചെറിയൊരു ഓപ്പണിങ് ഇതുപോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇങ്ങേ വശവും നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുകയാണ്, 0.3. ഇത് നമുക്ക് നെക്കിൻ്റെ താഴേക്കുള്ളൊരു ചെറിയ ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട് ഓപ്പൺ മോഡലാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം, പക്ഷെ അത് കുറച്ചുകൂടെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇടാവുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള മോഡൽ കാണിച്ചത്. എന്നിട്ട് റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ കിട്ടി. ഇനി മിച്ചമുള്ള ഒരു പീസിൻ്റെ പുറത്തേക്ക് ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇതിലേക്ക് അയൺ ചെയ്ത് വെക്കുക. അപ്പം 3 ഇഞ്ച് അകലവും 3.5 ഇഞ്ച് ഇറക്കവും എടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നമ്മൾ ഒരു 8 ഇഞ്ച് ടോട്ടൽ ഇതേപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഞാനൊരു ചെറിയ വി പോലൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് തുണിയിലേക്ക് വെച്ച് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്റ്റിച്ചിങ് ഞാൻ പെട്ടെന്ന് ഒന്ന് പറയുന്നതാണ്. നെക്കിൻ്റെ ഭാഗം ബാക്കിയൊക്കെ നോർമൽ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് ലൈനിങ്ങിലേക്ക് ഇതേപോലെ നമ്മൾ നെക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നെക്ക് ഒരു കാരണവശാലും അളവ് മാറിപ്പോകരുത്. നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്നതും തുണി വെക്കുന്നതും എല്ലാം ഒപ്പത്തിന് തന്നെ ആയിരിക്കണം. അതിൻ്റെ അളവ് മാറിയിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് നമുക്ക് ഇതിലേക്ക് വെച്ച് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നെക്കെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ക്യാൻവാസും നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ മറ്റേത് ഞാൻ കട്ട് ചെയ്തതും കൃത്യമായിരിക്കണം. എന്നിട്ട് നമ്മളിത് ഒപ്പത്തിന് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻകുത്തി കൊടുക്കുക. ഇത് നമുക്ക് താഴ്ഭാഗം തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. താഴ്ഭാഗം നമ്മൾ തയ്ക്കുകയും ഒപ്പം നമ്മുടെ നെക്കിന് ചുറ്റും ഒരു കട്ടി കിട്ടുകയും ചെയ്യും. ക്യാൻവാസിൻ്റെ ആ ഒരു കട്ടി നെക്കിനും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് എടുത്തിട്ട് താഴെ ഇതുപോലെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്താലും മതി. എന്നിട്ടിതാ കറക്റ്റ് ആ ഓപ്പണിങ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നെക്കിൻ്റെ ഭാഗത്തൊന്നും തയ്യലില്ല, താഴേക്കുള്ള ആ ഒരു പാർട്ടിൽ മാത്രമേ നമ്മൾ തയ്യൽ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ബാക്കിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പോയിൻറ്റും എല്ലാം കൃത്യം വന്ന് നിൽക്കണം. കണ്ടോ, നെക്ക് ഇതുപോലെ വരണം. എന്നിട്ട് ഈ ബാക്കിൽ നമ്മളിട്ട ക്യാൻവാസും ചേർത്ത് പിടിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കണ്ടോ, കൃത്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്, ഒരു വേരിയേഷനും ഇല്ല, നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുണി കട്ട് ചെയ്യുമ്പോൾ ഈ ക്യാൻവാസും എല്ലാം ഒരേ അളവായിരിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചേർന്ന് വരില്ല. ഇനി വേണ്ടത് ഈ നല്ല തുണി ഉയർത്തിയിട്ട് നമ്മൾ ഈ ക്യാൻവാസ് ഉണ്ടല്ലോ അത് ഈ ലൈനിങ്ങിലേക്ക് ചേർത്ത് അങ്ങോട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അത് നമ്മൾ ഹെമ്മിങ് ചെയ്യുവോ ഒന്നുമില്ല, അത് ഇതുപോലെ അങ്ങ് ചേർത്ത് തയ്ച്ചാൽ മതി. ഇനി വേണ്ടത് നല്ല തുണി നമുക്ക് ഈ ലൈനിങ്ങിലേക്ക് ഫുള്ളായിട്ട് തയ്ച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുവാണേ. അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ഫുള്ളായിട്ട് ഞാൻ തയ്ച്ചെടുത്ത് കഴിഞ്ഞു. കണ്ടോ, അപ്പം നമ്മുടെ നെക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നെക്കിന് കുറച്ച് ഇത്ര ഒരു ഓപ്പണിങ് ഞാൻ 7.5 വെച്ചാണ് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. 8 ഇഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് 8 ഇഞ്ച് കൊടുക്കാം.
ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം. നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് ലൈനിങ്ങിലേക്ക് ചേർത്ത് തയ്ച്ചെടുത്തതാണ്. ഇതേപോലെ കണ്ടോ, നല്ല നീറ്റ് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ബാക്ക് സൈഡാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ബാക്ക് സൈഡ് ലൈനിങ്ങുമായിട്ട് ചേർത്ത് തയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇതേപോലെ ജസ്റ്റ് ബാക്ക് സൈഡ് ലൈനിങ്ങുമായിട്ട് ചേർത്ത് തയ്ച്ചു, ജോയിൻറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് തയ്ച്ചു കേട്ടോ, കാരണം ബാക്കിയൊന്നും നമ്മൾ സ്റ്റിച്ചിങ് കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നോർമൽ സ്റ്റിച്ചിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് കോളർ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതെല്ലാം ഫുള്ളായിട്ട് കാണിച്ചാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആയിപ്പോവും. ബാക്കി എല്ലാത്തിലും നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി കോളർ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് ഷോൾഡറും എല്ലാം കൂട്ടിയടിച്ച് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതേപോലെ നമുക്ക് കോളറിനുള്ളത് അളന്ന് നോക്കാം. കറക്റ്റ് ഞാൻ ഹാഫാക്കി മടക്കുകയാണ്. ഒരുപാടൊന്നും വലിച്ചു പിടിക്കേണ്ട, കറക്റ്റായിട്ട് നമ്മളിതുപോലൊന്ന് പിടിച്ചിട്ട് നമുക്ക് അളന്ന് നോക്കാം. ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് അളക്കുമ്പോൾ നമുക്ക് പ്രയാസമാണ്. സാധാരണ കോളറിനേക്കാളിലും ഈ റൗണ്ട് കോളറൊക്കെ ഇല്ലേ, പക്ഷെ അതിനേക്കാളിലൊക്കെ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. നല്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 8.5 വരുന്നത്. കണ്ടോ, കറക്റ്റ് 8.5 വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അളക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അളന്ന് നോക്കാം. അന്നേരവും ഈ 8.5 തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. 2 തവണ വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കിക്കോ. അപ്പോൾ കറക്റ്റ് 8.5 തന്നെയാണ് എനിക്ക് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. ക്യാൻവാസ് ഇതേപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് നമ്മുടെ അകലം ഒരു 3 ഇഞ്ച് കൊടുക്കാം. 3 ഇഞ്ച് ഒരു സ്റ്റാൻഡേർഡ് അകലമാണ് കേട്ടോ. അത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. കുറച്ചുകൂടെ വണ്ണവും പൊക്കമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 3.5 നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ നിന്നും ഈ 3 ഇഞ്ച് അകലം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടോട്ടൽ നമ്മൾ 8.5 മാർക്ക് ചെയ്തു. അതാണല്ലോ നമ്മുടെ കോളറിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് ഒരു 1/4 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും മുകളിലേക്കും 1/4 ഇഞ്ചോ 1 ഇഞ്ചോ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒന്ന് വരയ്ക്കുക. കണ്ടോ, ഇതിങ്ങനെ കുറച്ചുകൂടെ വേണം എങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് കുറച്ചുകൂടെ 1.5 ആക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ടിത് നമുക്ക് അളന്ന് നോക്കാം, നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. ഇതാ 8.5 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് കുറച്ചുകൂടെ മുനയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം. എല്ലാം നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയേഷൻസ് കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് എന്തെങ്കിലും കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ നോക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ 2 പീസ് തുണി വേണം. ഇതും അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഭാഗമാണ് നമ്മുടെ ജോയിൻറ്റ് വരുന്ന ഭാഗം. അപ്പോൾ ഇത് നെക്കിലേക്ക് ജോയിൻറ്റ് വരുന്ന ഭാഗമാണ്. അതും വിട്ടുപോകാതെ ഓർത്തോണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കിതിലേക്ക് തയ്ച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നല്ല വശവും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി ആ മിച്ചമുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ചുറ്റും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഒരെണ്ണം മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ, അടുത്ത പീസ് ഒരു 1/4 ഇഞ്ച് മിച്ചം ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ നെക്കിലേക്ക് ആദ്യം ചേർത്ത് ഉൾവശത്ത് വെച്ചിട്ട് തയ്ക്കുന്ന ഭാഗം. അപ്പോൾ ഇത് വേണമെങ്കിൽ തിരിച്ചിട്ടിട്ട് നിങ്ങൾ 1/4 ഇഞ്ച് കട്ട് ചെയ്താലും മതി. ഇല്ലെങ്കിൽ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ തുണി 1/4 ഇഞ്ച് കുറഞ്ഞു പോകും. അത് നിങ്ങൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കണം. ഇതല്ലെങ്കിൽ തിരിച്ചിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് 1/4 ഇഞ്ച് വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, 1/4 ഇഞ്ച് കറക്റ്റ് ഇത് നമ്മൾ ഇതിലേക്ക് തയ്ച്ചിട്ടുണ്ട്. ഈ ഭാഗം 1/4 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു തുമ്പിൻ്റെ നടുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് മിഡിൽ പോയിൻ്റ് വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ. എല്ലാ ഭാഗവും നമ്മൾ തിരിച്ചിട്ട് അയൺ ചെയ്ത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ ഉൾവശത്ത് ബാക്ക് സൈഡിൽ നമ്മൾ ഫസ്റ്റ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 1/4 ഇഞ്ച് ഇതിലേക്ക് നമ്മൾ യോജിപ്പിച്ച് തയ്ക്കാൻ പോവുകയാണേ. ആദ്യം നടുക്ക് വശത്തുനിന്ന് ഇങ്ങേ വശം വരെ നമുക്ക് തയ്ച്ചെടുക്കണം.
ഈ ഒരു എൻഡ് വരെ നമുക്ക് തയ്ച്ചെടുക്കാം. കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് വീണ്ടും നടുക്ക് വരെ നമ്മൾ തയ്ച്ചെടുത്തു. നടുക്കുന്ന് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ തയ്ച്ച് പോവുകയാണേ. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ തയ്ച്ച് ഈ എൻഡ് ഭാഗം വരുമ്പോൾ ഈ 1/4 ഇഞ്ചിലേക്ക് നമ്മൾ തുമ്പ് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1/4 ഇഞ്ച് കറക്റ്റ് പുറത്തേക്ക് തള്ളി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഈ തുമ്പ് കൊണ്ടുവന്ന് തയ്ച്ച് വയ്ക്കുക. ഈ 1/4 ഇഞ്ച് ഭാഗം എന്ന് പറയുന്നത് ഒത്തിരി ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു കിടക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മടക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. വീണ്ടും അവിടുന്ന് നടുക്ക് ഭാഗത്തേക്ക് തയ്ക്കുക. അതായത് നമ്മൾ സ്ലീവ് തയ്ച്ച് പിടിപ്പിക്കത്തില്ലേ നടുക്കുന്ന് 2 വശത്തേക്കും, അതേപോലെ. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്ക് ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കാം. നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻഡ് ഭാഗം കണ്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ യോജിപ്പിച്ച് കിട്ടി കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പിൽ തന്നെ അത് കറക്റ്റ് ചെയ്ത് അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ വെച്ചടിച്ചിട്ട് മിച്ചമുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇതേപോലെ നിവർത്തി വെച്ച് കൊടുത്ത് നമ്മൾ തയ്ച്ച് എൻഡിലേക്ക് കൊണ്ടുവരിക. കണ്ടോ? അങ്ങനെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ബാക്കിലേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ഒതുങ്ങിയ നെക്കാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ലേ 3.5 വൈഡാക്കി എടുത്ത് നെക്ക് കുറച്ചുകൂടെ ഡീപ്പാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ അകന്ന് കിടക്കുന്ന പോലെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, ഫോട്ടോയിലൊക്കെ ഇങ്ങനെ അകന്ന് കോളർ കിടക്കുന്ന പോലെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.